ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചേമ്പും തണ്ടിൻ്റെ നല്ലൊരു അടിപൊളി നാടൻ കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാനും വേണ്ടിയിട്ട് ഞാനെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചേമ്പും തണ്ട് തൊലിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുറച്ചധികം ചെറിയ ഉള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി, ഒരു ചുളപ്പുളി ഇതെല്ലാം എടുത്തിട്ട് ആദ്യം തന്നെ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഏത് മണ്ണിൻ്റെ പാത്രത്തിലിട്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ അതിലേക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ ചിലപ്പോൾ കൂടിയും കുറഞ്ഞിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അതങ്ങനെ കണക്കിലെടുക്കുക. അങ്ങനെ ഞാൻ ഇതെല്ലാം ഇളക്കിയിട്ടായിട്ട് ഒന്ന് അടുപ്പിലേക്ക് ഇത് വേവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വറുത്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പാത്രം എടുത്ത് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിന് മല്ലിപ്പൊടിയാണ് ഈ കറിക്ക് അധികം വേണ്ട. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടിട്ടുണ്ടാവും തേങ്ങയിലായിട്ട്. അപ്പോൾ ആ പൊടി ഐറ്റംസിന് ആദ്യം നമുക്ക് ഇത് പൊട്ടി വന്ന് ഉലുവയിലും കടുകിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മല്ലിപ്പൊടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് മല്ലിപ്പൊടി ചെറുതായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് വലിയൊരു അരമുറി തേങ്ങ ചെറുകിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനും കൂടി ഒന്ന് വാട്ടി വരുമ്പോൾ ആ തേങ്ങ ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു 5-6 പീസ് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മൂത്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തീ കുറച്ചിട്ട് വേണം ഈ സമയത്തെല്ലാം വറുക്കാണ്ട്. ഇപ്പോൾ നല്ല വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് അപ്പുറത്തുണ്ടായ പച്ചക്കറി വെന്താന്ന് നോക്കുമ്പോൾ അതെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിനെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ വെന്ത് കിട്ടിയ ഈ കറിൻ്റെ കൂട്ടിലേക്ക് അതങ്ങ് ഒഴിച്ച് കൊടുക്കുക, അരപ്പ്. അങ്ങനെ അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ കറി നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഉണക്ക് പൊരിച്ചതോ നമ്മൾ സാധാ പൊരിച്ചതിനേക്കാൾ ഇതിൻ്റെയൊക്കെ ഉണക്ക് പൊരിച്ചതാണ് ടേസ്റ്റ്. അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ചൂട് വെള്ളരിൻ്റെ ചോറുമായിട്ട് അങ്ങനെ വെച്ച് നോക്ക്, നല്ല ടേസ്റ്റാണ്. എന്നിട്ടാകുമ്പോൾ ഞാൻ പച്ചക്കറിയിൽ വയ്ക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനപ്പോൾ അരപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഉപ്പ് പോരാ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ടായിട്ട് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം നല്ലോണം തിളച്ചതിന് ശേഷം ഞാനത് തുറന്നു കൊടുത്തിട്ട് ഇത് നമ്മളെ കറി ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്, വെറുതെ പറയുന്നതല്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ഉണ്ടാക്കി നോക്കിയവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതിവിടെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. അതിന് ശേഷം ഇതിനൊരു താളിപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ കറിക്കെല്ലാം ഇപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനൊന്നും കൂടി മണം ഇതിൽ കിട്ടും. അങ്ങനെ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അതും പൊട്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല. ഇതെല്ലാം നല്ലോണം പൊട്ടി വന്ന് ചെറുതായിട്ട് ആ കറിവേപ്പിലൊന്ന് മൂത്തോട്ട് അപ്പോൾ അതിൻ്റെ മണം നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉണ്ടാക്കാത്തവർ ചേമ്പിൻ്റെ തണ്ടെല്ലാം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്, വറവ് മാത്രമല്ലാണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്ക്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.